നമസ്കാരം. ഏവർക്കും അക്കാഡമിക്സിലേക്ക് സ്വാഗതം. കെ.എസ്. പ്രിലിംസിന്റെ മലയാളം വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളെയും സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളെയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാമത്തെ സെഗ്മെന്റ് നമ്മൾ കണ്ടു. ഈ ഒരു ക്ലാസ്സിൽ പദശുദ്ധിയുടെ തന്നെ അടുത്തൊരു ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പദശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്ത വിഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇവിടേക്ക് വരുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ വിഷയം കൈകാര്യം ചെയ്തു പോവുക. എന്തായാലും ഏവർക്കും സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ കെ.എസ്. എക്സാമിന് പദശുദ്ധിയിൽ നിന്നും ചോദിച്ചൊരു ചോദ്യമാണിത്. ശരിയായ പദമേത്? ഓപ്ഷൻ എ പ്രഭുത്വം, സ്ത്രീത്വം, മഹത്വം, മനുഷ്യത്വം. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആയിരുന്നു തന്നിരുന്നത്. അപ്പൊ ഇത് സാധാരണഗതിയിൽ പഠിക്കാത്ത ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ തനിയെ പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ ഈ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇതിന് വ്യക്തമായിട്ടുള്ള നിയമമുണ്ട്, വ്യക്തമായിട്ടുള്ള നിയമവശങ്ങളുണ്ട്, വ്യാകരണ നിയമങ്ങളുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇതിന്റെ പിറകിൽ. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കാം, ഒരു പക്ഷേ അല്ലെങ്കിൽ അതിന്റെ ആൻസേഴ്സ് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. നമുക്ക് 2 രീതിയിൽ പഠിക്കാം. ഒന്നെങ്കിൽ ഇതിന്റെ നിയമങ്ങൾ അനുസരിച്ച് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചു വെക്കാം. ഇപ്പൊ ഇവിടെ ഉത്തരം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതായിരിക്കും ഇവിടെ ഉത്തരം വരുന്നത്? ഇവിടെ ഉത്തരം വരുന്നത് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഓപ്ഷൻ സി ആണ്, അല്ലെ? ഓപ്ഷൻ സി ആണ് ഇവിടെ മഹത്വം എന്നുള്ളതാണ് ആൻസർ വരിക. എങ്ങനെയാണ് അങ്ങനെ വരിക? സ്വാഭാവികമായിട്ടും നമ്മൾ പരീക്ഷയ്ക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കുക. ഓപ്ഷൻ സി ഇല്ല. ഓപ്ഷൻ സി ഇല്ല ഇങ്ങനെ എഴുതി മഹത്വം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ മഹത്വം എഴുതുക. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. പ്രഭുത്വം, സ്ത്രീത്വം, മഹത്വം, മനുഷ്യത്വം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ സിയിലെ ഈ രീതി മാറിയിട്ട് ഞാനിവിടെ എഴുതിയിരിക്കുന്ന രീതിയിലാണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അതായിരിക്കില്ല ചൂസ് ചെയ്യുക. അപ്പോൾ ഒരുപക്ഷെ ശരിയായ പദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിൽ ശരിയായ പദം ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം. ഇതേ രീതിയിൽ കുറെ ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. ഇപ്പൊ സ്ത്രീത്വം എന്ന് എഴുതുമ്പോൾ ഏതാണ് അറിയാം. തത്വം എന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ്? തത്വം. നമ്മൾ എങ്ങനെയാണ് തത്വം എന്ന് എഴുതുന്നത്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തത്വം ശരിയാണോ? അല്ല. ഈ തത്വം എഴുതിയാൽ തെറ്റിപ്പോവും. ആ തത്വം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഇരട്ടിക്കണം. ഇപ്പൊ ചില വാക്കുകൾ ഇരട്ടിക്കണം, ചില വാക്കുകൾ ഇരട്ടിക്കേണ്ട, അല്ലെ? ഇപ്പൊ പ്രഭുത്വം, പ്രഭു എന്നുള്ള എഴുതുന്നു, പ്രഭുത്വം ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പൊ ഇതിന്റെ ഇവിടെ ഇരട്ടിപ്പ് വേണ്ട, എന്നാൽ ഇവിടെ തത്വത്തിൽ ഇരട്ടിപ്പ് വേണം. അപ്പൊ നമുക്കറിയാം തത്വമസി. തത്വമസി എന്ന് നമ്മൾ ഇങ്ങനെയാണ് എഴുതി പോന്നിട്ടുള്ളത് പലതും. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതിന്റെ ശരിയായ വാക്ക് ഏതാണ്? അവിടെ ഇരട്ടിപ്പ് വരണം. തത്വമസി ഇങ്ങനെയാണ്, അല്ലെ? അപ്പോ എന്നാ നേരെ മറിച്ച് ഇപ്പൊ നമുക്ക് തത്വചിന്ത, തത്വചിന്ത ഇങ്ങനെ എഴുതി കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട് തത്വചിന്ത. ഇത് ശരിയാവുമോ? ശരിയാവില്ല, അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ ചില വാക്കുകൾക്ക് ഇരട്ടിപ്പ് വരണം, ചില വാക്കുകൾക്ക് ഇരട്ടിപ്പ് വരണ്ട. അതിനുള്ള ചില നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങളെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഉത്തരം ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി മഹത്വമാണ്. നോക്കിക്കേ, നമുക്ക് ഈ 2 പ്രത്യയങ്ങളാണ് ഇവിടെ വരിക. ത്വം എന്ന് പറയുന്ന ഒരു പ്രത്യയം, തം എന്ന് പറയുന്ന പ്രത്യയം. അപ്പൊ ഇതില് ഈ പ്രത്യയം ഇത് 2 ഭാഷയിലുള്ള പ്രത്യയങ്ങളാണ്. അപ്പൊ ഈ തം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഈ പ്രത്യയം മലയാള പദങ്ങളോട് അല്ലെങ്കിൽ മലയാള പ്രത്യയം എന്നാണ് അത് അറിയപ്പെടുക. തന്നെ മലയാള പ്രത്യയം. ക്ലിയർ ആയോ? മലയാള പ്രത്യയം. ത്വം എന്ന് പറയുന്നത് സംസ്കൃത പ്രത്യയം. സംസ്കൃത പ്രത്യയം. അപ്പൊ ഇതിന്റെ പിറകിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും സംസ്കൃതത്തിൽ നിന്നും കടം കൊണ്ടിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ സംസ്കൃതത്തിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ സംസ്കൃത പ്രത്യയങ്ങൾ ചേർത്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? അതായത് മലയാള പ്രത്യയങ്ങൾ ചേർത്ത് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയോട് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു വാക്കാണ്. ഉദാഹരണമായിട്ട് ഉത്തരവാദിത്വം. നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ഉത്തരവാദിത്വം, അല്ലെ? ഇപ്പൊ നമ്മുടെ മാഗസീൻസോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എഴുതിയിരിക്കുന്ന ഉത്തരവാദിത്തം ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഈ ഉത്തരവാദിത്തം ശരിയാണോ? അതെയോ ഈ ഉത്തരവാദിത്വം എന്നാണോ വരേണ്ടത്? ഇതിൽ ഏതാണ് ശരി? അപ്പൊ നമ്മുടെ പദശുദ്ധിയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയ വാക്കായിരിക്കും.
ഏറ്റവും അറിയാം എന്നുള്ള ഇതായിരിക്കും, പക്ഷെ 1 മാർക്ക് കൊണ്ട് കളയാൻ സാധ്യതയുള്ളതുമാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഉത്തരവാദിത്വം ഇതാണ്. അതായത് ഉത്തരവാദി എന്ന് പറയുന്നത് സംസ്കൃത പദമാണ്. സംസ്കൃത പദത്തിനോട് ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ സംസ്കൃത പ്രത്യയമേ ചേർക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും, എങ്ങനെ മലയാളത്തിലെ സംസ്കൃത പദങ്ങളെ നമുക്ക് കണ്ടെത്താം, ഐഡന്റിഫൈ ചെയ്യാം? ബുദ്ധിമുട്ടാണ്. കാരണം ആ വാക്കുകളെ നമ്മൾ നിരന്തരമായി വാക്കുകളെ എന്താണ് അതിനെ അതുമായി ബന്ധിപ്പിച്ച് വായനയിലൂടെയും അല്ലെങ്കിൽ അത് ഇന്ന വാക്കാണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് പറ്റുള്ളൂ. അപ്പം നിരന്തരമായ പ്രയോഗത്തിലൂടെ മാത്രമേ ഈ പറയുന്ന സംസ്കൃത വാക്കുകളെയും മലയാള വാക്കുകളെയും ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ബസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ്, അത് നമുക്കറിയാം അല്ലെ? അപ്പൊ മലയാളത്തിൽ നിരവധി വാക്കുകൾ, ആയിരക്കണക്കിന് വാക്കുകൾ സംസ്കൃത പദങ്ങളുണ്ട്. എല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് നമുക്ക് പറ്റില്ല. കാരണം അത് മലയാള പദമായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ചു പോരുന്നവയാണ്. അപ്പൊ അവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറയുന്നത് സംസ്കൃത പദങ്ങളോട് ത്വം പ്രത്യയവും മലയാള പദങ്ങളോട് തം പ്രത്യയവുമാണ് ചേർക്കേണ്ടത് എന്നുള്ളതാണ് ഒരു നിയമം. അപ്പൊ നിങ്ങൾ ഈ ഒരു നിയമം, നമുക്ക് 2 നിയമം വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുക, മലയാള പദങ്ങളോട് ചേരുന്നത് തം എന്ന് പറയുന്ന പ്രത്യയം, സംസ്കൃത പദങ്ങളോട് ചേരുന്നത് ത്വം എന്ന് പറയുന്ന പ്രത്യയം. ഉദാഹരണം നോക്കിയേ, മലയാള പദങ്ങൾ. അടിമ എന്ന് പറയുന്ന ഒരു മലയാള പദമാണ്. ഈ അടിമ എന്ന് പറയുന്ന മലയാള പദത്തിനോട് തം എന്ന് പറയുന്ന മലയാള പ്രത്യയമേ ചേരുള്ളൂ. ഒരിക്കലും എന്ത് ചേരില്ല? അപ്പൊ അതായത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അടിമത്വം, ഈ വാക്ക് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക അത് തെറ്റാണ്. കാരണം എന്താണ്? അടിമ എന്ന് പറയുന്നത് ഭാഷാ പദമാണ്, മലയാള പദമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അവിടെ ഒരിക്കലും ത്വം, സംസ്കൃതത്തിന്റെ പ്രത്യയമായ ത്വം ചേരില്ല. ഇനി മുതലാളി എന്ന് പറയുന്ന വാക്ക് നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന വാക്കല്ല, അവിടെയും എന്ത് വരില്ല? ത്വം വരില്ല. അതായത് ഈ വാക്ക് ഇവിടെ വരില്ല. ത്വം, മുതലാളിത്വം എന്ന് ചേരില്ല. ആണത്തം, അവിടെയും ഈ പറയുന്ന വാക്ക് എന്താണ്? പുരുഷൻ എന്നുള്ളതാണ് സംസ്കൃത വാക്ക്, നമ്മൾ മലയാളത്തിൽ ആണ് എന്ന് ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ആണത്വം ചേരില്ല. ഓക്കെ. അതുപോലെ തന്നെ പെണ്ണ് എന്ന് പറയുന്നതും മലയാള വാക്കാണ്. അപ്പൊ അവിടെ ഒരിക്കലും എന്ത് ചേരില്ല? ഈ പറയുന്ന സംസ്കൃത പ്രത്യയം ചേരില്ല. അപ്പൊ അവിടെ എന്താണ്? പെണ്ണത്തം. കുട്ടി എന്ന് പറയുന്നതാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വാക്കുകളാണ് കേട്ടോ. അപ്പൊ പെണ്ണത്തം എന്നേ വരികയുള്ളൂ, കുട്ടിത്തം എന്നേ വരികയുള്ളൂ, കാട്ടാളത്തം എന്നേ വരികയുള്ളൂ, മുട്ടാളത്തം, വായാടിത്തം, കോമാളിത്തം, ഇങ്ങനെയൊക്കെയാണ് ആ പദങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഓർക്കുക, എഴുതി വെക്കുമ്പോൾ ഈ വാക്കിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു വാക്കും കൂടെ എഴുതി വെക്കുക. അപ്പൊ അടിമത്വം എന്ന് പറഞ്ഞ വാക്ക് തെറ്റാണ്, മുതലാളിത്വം തെറ്റാണ്, ആണത്വം തെറ്റാണ്. പെണ്ണത്തം നമുക്കറിയാം. കുട്ടിത്വം പലപ്പോഴും തെറ്റിപ്പോകുന്ന വാക്കുകളാണ് പല ആൾക്കാർക്കും. അപ്പൊ കുട്ടിത്വം, ഇങ്ങനെ ഒരു വാക്ക് തെറ്റാണെന്ന് ഓർക്കുക. പിന്നെന്താണ്? ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ സംശയം വരാൻ സാധ്യതയുള്ളത്, ഒന്ന് അടിമത്വം നമ്മൾ പല ആൾക്കാരും എഴുതാറുള്ളതാണ്, മുതലാളിത്വം എഴുതാറുള്ളതാണ്, കുട്ടിത്വം എഴുതാറുള്ളതാണ്. അപ്പൊ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല? ത്വം പ്രത്യയം അവിടെ ചേരില്ല. കാരണം അവിടെയൊക്കെ വരുന്നത് മലയാള പദങ്ങളാണ്. രണ്ടാമത്തെ നോക്കിക്കേ, സംസ്കൃത പദങ്ങൾ. സ്ത്രീ എന്ന് പറയുന്നത് സംസ്കൃത പദമാണ്, അവിടെ ഒരിക്കലും മലയാള പ്രത്യയമായ തം ചേരില്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാം അല്ലെ? അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും തെറ്റില്ല. സ്ത്രീത്വം ഇതാണ്. പുരുഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പുരുഷത്വം, മൃഗത്വം, മനുഷ്യത്വം, ലഘുത്വം, ഗുരുത്വം, മൃദുത്വം, പ്രഭുത്വം, ജളത്വം ഒക്കെ ഇങ്ങനെയാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഒരു രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കാം, തന്നിരിക്കുന്ന പദം, അതായത് ത്വം തം, ഇത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ നോക്കാം. അതായത് തന്നിരിക്കുന്ന ത്വം തം, ഈ 2 പ്രത്യയം ചേർക്കാനാണ് വരുന്നതെങ്കിൽ അതിന് മുമ്പ് തന്നിരിക്കുന്ന പദങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള പദമാണോ എന്ന് നോക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് അത് സംസ്കൃത പദമാണോ മലയാള പദമാണോ എന്ന് നോക്കുക. അപ്പൊ ഇങ്ങനെ ഈ വാക്കുകളൊക്കെ കണ്ടോ? അപ്പൊ സാധാരണഗതിയിൽ ചോദിക്കാനുള്ള സാധ്യതയൊക്കെ ഇപ്പൊ ഉത്തരവാദിത്വം ചോദിക്കാം. അപ്പൊ ഉത്തരവാദി എന്ന് പറഞ്ഞ സംസ്കൃത വാക്കാണ്, അതുകൊണ്ട് അവിടെ ത്വമേ ചേരുള്ളൂ. അടിമ എന്ന് പറയുന്ന മലയാളം വാക്കാണ്, അവിടെ അതുകൊണ്ട് തം ആണ് ചേരുള്ളൂ. സ്ത്രീ എന്ന് പറയുന്നത് സംസ്കൃത വാക്കാണ്, അവിടെ ത്വമേ ചേരുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമുക്ക് കുറെ വാക്കുകളെ മനസ്സിലാക്കി വെക്കാം. ഇനി രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു രീതിയും എക്സാമ്പിൾസ് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നോക്കുക, പൂർവപദത്തിന്റെ ഒടുവിലത്തെ വർണ്ണം തകാരമാണെങ്കിൽ. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവുക, എന്താണ് പൂർവപദം എന്നുള്ളത്. അതായത് നമ്മൾ സന്ധി നിയമം അനുസരിച്ചാണ് അത് വരുന്നത്. ഉദാഹരണം നോക്കിക്കേ, പൂർവപദത്തിന്റെ ഒടുവിലത്തെ വർണ്ണം തകാരമാണെങ്കിൽ സന്ധി ചെയ്യുമ്പോൾ ഇരട്ടിക്കണം, അല്ലെങ്കിൽ വേണ്ട. ഇത് രണ്ടാമത്തെ നിയമമാണ്. അപ്പൊ ഇത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് മലയാള പദവും സംസ്കൃത പദവും നോക്കി മാത്രം ചെയ്യാൻ പറ്റില്ല. ഇവിടെ കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താണെന്ന് നോക്കിക്കേ,
പൂർവ്വപദം. അപ്പൊ എന്താണ് പൂർവ്വപദം? ഫസ്റ്റ് സ്റ്റെപ്പ് പൂർവ്വപദം. പൂർവ്വപദം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ ഈ ബേസിക് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ പറയുന്ന സന്ധി ചെയ്യുന്ന സമയത്ത് പ്ലസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സംഭവം. അപ്പൊ അതിൽ ആദ്യത്തെ പദത്തിന് നമ്മൾ പറയുന്ന പേര് പൂർവ്വപദം എന്നും രണ്ടാമത്തെ പദത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരപദം എന്നുമാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തത് ത്വം എന്നാണ് കൊടുത്തിരിക്കുന്നത്. തത് ത്വം എന്നാണ് കൊടുത്തിരിക്കുക. അപ്പൊ ഇതിലെ പൂർവ്വപദം എന്ന് പറയുന്നത് പ്ലസിന് മുമ്പ് കൊടുത്തിരിക്കുന്ന ഈ സാധനമാണ്, ഇതാണ് പൂർവ്വം. ഓക്കെ, അതിൽ വീണ്ടും നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ പ്ലസിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന ആ അക്ഷരമായിരിക്കും ഏത്? പൂർവ്വം എന്ന് പറയുന്നത്. അപ്പൊ പ്ലസിന് ശേഷം വന്നിരിക്കുന്നതിനെ നമുക്ക് ഉത്തരം എന്ന് വിളിക്കാം, പ്ലസിന് മുമ്പ് വന്നിരിക്കുന്നതിനെ പൂർവം എന്ന് വിളിക്കാം. ഇനി ഒന്നും കൂടി നോക്കിക്കേ, പൂർവ്വപദത്തിന്റെ ഒടുവിലത്തെ വർണ്ണം. ഇപ്പൊ ഇവിടെ പൂർവ്വപദം എന്ന് പ്ലസിന് മുമ്പുള്ള പദമാണ്. അതിന് ഒടുവിലത്തെ വർണ്ണം, ഏറ്റവും അവസാനം, അതായത് പ്ലസിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന വർണ്ണം, അത് വർണ്ണം തകാരമാണെങ്കിൽ, തായാണെങ്കിൽ, ഇവിടെ തായാണല്ലോ, സന്ധി ചെയ്യുമ്പോൾ ഇരട്ടിക്കണം, അല്ലെങ്കിൽ വേണ്ട. അപ്പൊ നോക്കിയേ, തത് പ്ലസ് ത്വം തത്വം എന്നായി മാറുന്നു. തത് പ്ലസ് ത്വം തത്വം എന്നായി മാറുന്നു. ഓക്കെ, പ്രഭു പ്ലസ് ത്വം പ്രഭുത്വം. അവിടെ എന്ത് ഇരട്ടിക്കാത്തതിന് കാരണം എന്താ? ഇവിടെ പൂർവ്വപദത്തിന്റെ അന്ത്യത്തിൽ വന്നിരിക്കുന്ന ആ വർണ്ണം താ വർണ്ണമല്ല, അതുകൊണ്ട് അവിടെ ഇരട്ടിച്ചില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അടുത്ത് നോക്കിയതേ, മഹത് മഹത് പ്ലസ് തത്വം. മഹത് പ്ലസ് തത്വം. അപ്പൊ അതെന്തായി മാറി? മഹാ പ്ലസ് തത്വം അല്ല, മഹത്വം. അപ്പൊ മഹത് പ്ലസ് തത്വം. അപ്പൊ ഇവിടെ പൂർവ്വപദത്തിന്റെ അന്ത്യത്തിൽ വന്നിരിക്കുന്ന തായാണ്. അപ്പൊ ഇങ്ങനെ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയായി മാറും? മഹത്വം എന്നായി മാറും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം, രണ്ട് രീതിയിൽ. ഇപ്പൊ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈ വാക്ക് ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം. അപ്പൊ അത് എന്താണ്, നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് ആ രീതി ചെയ്യുക. നമുക്ക് സമയം കളയാതെ ഉത്തരത്തിലേക്ക് എത്താവുന്ന മാർഗമാണ്. അപ്പൊ ഇതിലേത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പൂർവ്വപദത്തിന്റെ ഒടുവിലത്തെ വർണ്ണം തകാരമാണെങ്കിൽ സന്ധി ചെയ്യുമ്പോൾ നിർബന്ധമായും അവിടെ ഇരട്ടിക്കും. പൂർവ്വപദത്തിന്റെ അവസാനത്തെ വർണ്ണം എന്ന് പറയുന്നത് തായല്ല എങ്കിൽ അവിടെ ഇരട്ടിപ്പ് വരുന്നില്ല. അത് പ്രത്യേകിച്ച് ഓർക്കുക. ഈ പറയുന്ന ഇങ്ങനെ വരുന്ന വാക്കുകളിൽ, ഇങ്ങനെ തത്വം മഹത്വം എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകളാണ് അങ്ങനെ വരുന്നത്. ഇനി സംസ്കൃത പ്രത്യയം, ത്വം എന്ന് പറയുന്ന സംസ്കൃത പ്രത്യയം, മലയാള പ്രത്യയം തമ്മാണ്. എക്സാമ്പിളിൽ അടിമത്തം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയും നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാം. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം പിന്നീട്. ഓക്കെ, അപ്പൊ നോക്കുക. ഇനി അടുത്തതിലേക്ക് പോവാം. ഇവിടെ ഉത്തരം ഏതാണെന്ന് കിട്ടിയല്ലോ, മഹത്വം. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വരിക. ഇനി ഇത് പരീക്ഷയ്ക്ക്, PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ്. അപ്പം നമ്മുടെ അടുത്തൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ കടന്നു. തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായ പദം ആസ്വാദ്യകരം, ആസ്വാദ്യം, ആസ്വാദനീയം, ആസ്വാദനം എന്നൊക്കെ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഉപയോഗത്തിലുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫസ്റ്റ് വൺ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഉപയോഗത്തിലുള്ള വാക്ക് ഏതെന്ന് നോക്കണം. രണ്ടാമത്തെ സാധനം, നമ്മൾ ഉപയോഗത്തിലുള്ള വാക്ക് ശരിയാണോ എന്ന് നോക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ആസ്വാദികരം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ കാഴ്ച അയാൾക്ക് വളരെ ആസ്വാദ്യകരമായിരുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. അപ്പോൾ അത് തെറ്റ് പറയാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ചൂസ് ചെയ്യാവോ? ഓപ്ഷൻ എ ചൂസ് ചെയ്താൽ നമ്മുടെ മാർക്ക് പോകും. ഇവിടെ ആൻസർ ഏതാണ്? ആൻസറിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പായിട്ട് അതിന്റെ നിയമങ്ങൾ പറയാം. നോക്കിക്കേ, നമ്മുടെ ഭാഷയിൽ സംസ്കൃതത്തിൽ നിന്നും നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, കഴിഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ്റെ നമ്മൾ കഴിഞ്ഞ് സംസ്കൃതത്തിൽ നിന്ന് ഒരുപാട് വാക്കുകൾ നമ്മൾ മലയാളത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതും സംസ്കൃത നിയമം അനുസരിച്ച് നമ്മൾ മലയാളത്തിൽ അറിവില്ലായ്മ കൊണ്ട് ഉപയോഗിക്കുന്ന രീതിയാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ഈ സാമൂഹ്യ പരം എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യ പരം. അപ്പൊ ഈ പരം എന്ന് പറയുന്ന ഒരു പ്രത്യയമാണ്. പരം എന്ന് പറയുന്ന ഒരു പ്രത്യയമാണ്. അപ്പൊ ഇങ്ങനെ പരം എന്ന പ്രത്യയമുണ്ട്, കരം എന്ന പ്രത്യയമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പരം, കരം, ഇങ്ങനെയുള്ള പ്രത്യയങ്ങളുണ്ട്. അപ്പൊ ഈ വാക്കുകൾ എല്ലാ വാക്കുകളോടും ചേരിയില്ല, എല്ലാ വാക്കുകളോടൊന്നും ചേർക്കില്ല. ഉദാഹരണമായിട്ട് നമുക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ
സംസാരത്തിൽ അല്ലെങ്കിൽ വ്യവഹാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സാമ്പത്തികപരമായ കാര്യങ്ങൾ അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ വാക്കുകളൊക്കെ ശരിയാണോ? ശരിയല്ല. കാരണം ഇതിന് ബദലായി ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതായത് നമുക്കതിനെ ഒറ്റപ്പദം എന്ന് പറയും. ഇത് രണ്ട് വാക്കുകളാണ്. സാമൂഹ്യം പ്ലസ് പരം, ഇങ്ങനെയാണത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? സമൂഹത്തെ സംബന്ധിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. സമൂഹത്തെ സംബന്ധിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഒറ്റപ്പദങ്ങൾ കൂടി പഠിക്കാം കേട്ടോ. സംബന്ധിക്കുന്നത്, സമൂഹത്തെ സംബന്ധിക്കുന്നത് എന്നാണ് സാമൂഹ്യപരം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇതേ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കുന്ന വാക്ക് മലയാള ഭാഷയിലുണ്ട്. എന്താണ് അത്? സാമൂഹികമാണ്. കിട്ടിയോ? അപ്പൊ സമൂഹത്തെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന ഒറ്റ വാക്ക് നമുക്ക് നിലവിൽ മലയാളത്തിൽ ഉണ്ടപ്പോൾ സംസ്കൃതത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ട് സമൂഹത്തെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിൽ സാമൂഹികപരം നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പോ സാമൂഹ്യപരമായ കാര്യങ്ങൾ എന്ന് പറയേണ്ട കാര്യമില്ല, സാമൂഹികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ സാമ്പത്തികപരം ഒന്ന് തിരിച്ചേ. സാമ്പത്തികപരം എങ്ങനെയായാൽ മതി? യെസ്, ജസ്റ്റ് സാമ്പത്തികം മാത്രം മതി. സാമ്പത്തികം, സാമ്പത്തികമായ എന്ന് പറഞ്ഞാൽ മതി. സാമ്പത്തിക പരം വേണ്ട, സാമ്പത്തികമായ എന്ന് മതി. ധാർമ്മികപരമായ, നമ്മുടെ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു സംഭവമാണ് ധാർമ്മികപരമായ എന്ന്, അല്ലെ? ധാർമ്മികപരം വേണ്ട, അവിടെ എന്ത് മതി? യെസ്, ധാർമ്മികം മാത്രം മതി. ധാർമ്മികമായ എന്ന് ചേർത്താൽ മതി. മനസ്സിലായോ? രാഷ്ട്രീയമായ എന്ന് ചേർത്താൽ മതി. രാഷ്ട്രീയമായ എന്ന് ചേർത്താൽ മതി. സാംസ്കാരികമായ എന്ന് ചേർത്താൽ മതി. സാംസ്കാരികമായ, സാംസ്കാരികമായ എന്ന് ചേർത്താൽ മതി. പ്രാദേശികമായ എന്ന് ചേർത്താൽ മതി. പ്രാദേശികമായ, പ്രാദേശികമായ എന്ന് ചേർത്താൽ മതി. ഇവിടെ ഒന്നും പ്രാദേശികപരം വേണ്ട, സാംസ്കാരികപരം വേണ്ട, രാഷ്ട്രീയപരം വേണ്ട, ധാർമ്മികപരം വേണ്ട, സാമ്പത്തികപരം വേണ്ട, വിദ്യാഭ്യാസപരം വേണ്ട. വിദ്യാഭ്യാസപരം എഴുതുന്ന വാക്കാണ്. വിദ്യാഭ്യാസപരം, വിദ്യാഭ്യാസപരം വേണ്ട. വിദ്യാഭ്യാസ, ഈ വാക്ക് നോക്കിക്കേ, വിദ്യാഭ്യാസപരം. അപ്പൊ വിദ്യാഭ്യാസികമായ എന്നൊരു വാക്ക് ചേർക്കാൻ പറ്റുമോ? ചേർക്കാൻ പറ്റുമോ? കലാപരമായ, വേറൊരു വാക്ക് കലാപരമായ. കലാപരമായ എന്ന വാക്കിന് നമുക്ക് കലാപരമായ എന്ന് വേറെ ഏതെങ്കിലും വാക്ക് ചേർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചില വാക്കിനോട് മാത്രമേ നമുക്ക് ഈ പ്രയോഗമുള്ളൂ. ഇപ്പൊ കലാപരമായ എന്ന് പറയുമ്പോൾ കലാപരമായ ശേഷി ഒരു കുട്ടിക്കുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം കിട്ടുന്നുണ്ട്, അല്ലേ? അപ്പൊ അവിടെ നമുക്ക് കലാത്മകമായ ശേഷിയുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അത് ഒരു എഴുച്ചുകെട്ടായി മാറും. അപ്പൊ ചില വാക്കുകളോട് മാത്രമേ എന്ത് ചേർക്കാൻ പാടുള്ളൂ? ഈ പരം, കരം തുടങ്ങിയ സംഭവങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. ചില വാക്കുകളോട് ചേർക്കേണ്ടതുമില്ല. അപ്പൊ എല്ലായിടങ്ങളിലും നമ്മൾ ഈ പറയുന്ന കരം, പരം സംഭവം ചേർത്ത് വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രശ്നം ഉടലെടുക്കുന്നു. അപ്പൊ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു നിയമം ഉള്ളത്. മനസ്സിലായോ? അതായത് മലയാളത്തിൽ അങ്ങനെ ഒരു അർത്ഥം ജനിപ്പിക്കുന്ന പദമുണ്ട് എങ്കിൽ ആ പദമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഇല്ല എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇപ്പൊ വിദ്യാഭ്യാസപരം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിന് വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ വിദ്യാഭ്യാസാത്മകം എന്നൊന്നും വാക്കില്ല. അപ്പൊ അതിന് നമുക്ക് വിദ്യാഭ്യാസപരം എന്നേ പറയാൻ പറ്റൂ, അല്ലെ? കലാപരമായ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കലയെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിൽ കലാത്മകം എന്ന് പറയാറുണ്ടെങ്കിൽ പോലും അതിന് കൂടുതൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളതും ആളുകൾ ഉപയോഗിക്കുന്നതും കലാപരമായ എന്ന് തന്നെയാണ്. എന്നാൽ നമുക്ക് സാമ്പത്തികപരം സാമ്പത്തികമായ എന്ന് ചേർത്താൽ മതി, ധാർമ്മികപരം ധാർമ്മികമായ എന്ന് ചേർത്താൽ മതി, രാഷ്ട്രീയപരം രാഷ്ട്രീയമായ എന്ന് ചേർത്താൽ മതി, സാംസ്കാരികപരം സാംസ്കാരികമായ എന്ന് ചേർത്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കിക്കേ, ഈ വാക്കിൽ ഏതായിരിക്കും ഏറ്റവും ചേരുന്നത്? ആസ്വാദ്യകരമാണോ? ആസ്വാദനീയമാണോ? ആസ്വാദനമാണോ? യെസ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് വെട്ടിക്കളയാം, അല്ലെ? ഓപ്ഷൻസ് നമുക്ക് സി ഓപ്ഷൻസ് അല്ല എന്ന് നോക്കാം, ഡി ഓപ്ഷൻസും അല്ല എന്ന് മനസ്സിലായി. പിന്നെ എന്തായിരിക്കും? എ ഓർ ബി? ആസ്വാദ്യകരം, ആസ്വാദ്യം, ആസ്വാദ്യം. ഇവിടെ ആൻസർ ഏതാണ്? ആസ്വാദ്യകരമായ കാര്യങ്ങൾ എന്നാണോ പറയുക, അതെയോ ആസ്വാദ്യം എന്നാണോ പറയുക? ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി, ആസ്വാദ്യം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ എല്ലായിടങ്ങളിലും ഈ കരം, പരം പ്രത്യയം ചേർക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ പദശുദ്ധിയിലെ രണ്ട് നിയമങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കിക്കേ, ഇതും ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇത് നമ്മുടെ ബേസിക് ക്ലാസ്സിലെ ഞാൻ നമ്മുടെ ഈ അക്ഷരമാലയെ കുറിച്ചിട്ടുള്ള ഒരു വർഗീകരണം നമ്മൾ കണ്ടായിരുന്നു, അല്ലെ? ഖരം, അധികരം, മൃദു, ഘോഷം, നാസികം എന്നൊക്കെ പറയുന്ന ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
അപ്പൊ ഇവിടെ ഈ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്. ഏതക്ഷരം മാറുന്നേ? ഷ മാറി. ഷായില് ചില വാക്കുകളിൽ ഷ ഇരട്ടിച്ചിട്ടുണ്ട്, ചില വാക്കുകൾ ഷ ഇരട്ടിച്ചിട്ടില്ല. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ വാക്ക്? ഏതായിരിക്കും? നിശബ്ദത. അത് നമ്മുടെ ഉച്ചാരണം നോക്കിയാൽ മതി. നിശ് നിശ് നി നിശ അല്ല, നിശ അല്ലേ? അപ്പൊ അവിടെ 2 ഷ വരണം. അപ്പൊ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? നിശബ്ദത. നിശബ്ദത. അപ്പൊ ഇവിടെ ഈ 2 ഷായും വരണം, നിശബ്ദത. ഈ ദയുടെ ധ, അതായത് മൃദു അക്ഷരമാണ് വരേണ്ടത്. അപ്പൊ നിശബ്ദത ഇവിടെ ബി ആണ് ആൻസർ ആയിട്ട് വരിക, അല്ലെ? അപ്പൊ ഇതേ രീതിയിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ശരിയായ പദം ഏതാന്ന് ചോദിക്കാം ഇതേ രീതിയിൽ. അപ്പൊ ഇവിടെ ചില വാക്കുകൾ ഇരട്ടിപ്പ് വേണ്ട അക്ഷരങ്ങളുണ്ട്, ചില വാക്കുകൾക്ക് ഇരട്ടിപ്പ് വേണ്ട. എല്ലായിടങ്ങളിലും ഇരട്ടിപ്പ് വേണ്ട. അപ്പൊ നമ്മൾ ആദ്യമേ തത്വം പഠിച്ചില്ലേ, അതേപോലെ തന്നെ ചിലതിന് ഇരട്ടിപ്പ് വേണം, ചിലതിന് ഇരട്ടിപ്പ് വേണ്ട. അപ്പം ആ തത്വത്തിലെ തായാണ് ഇരട്ടിച്ചത്. ഇവിടെ വരുമ്പോൾ എന്താണ്? മറ്റു പല അക്ഷരങ്ങളും, ചില അക്ഷരങ്ങൾ ഇരട്ടിപ്പ് വേണം, ചില അക്ഷരങ്ങൾ ഇരട്ടിപ്പ് വേണ്ട. അങ്ങനെയുള്ള അക്ഷരം നമുക്ക് നോക്കാം. നോക്കിക്കേ, ഏതായിരിക്കും ഇവിടെ ആൻസർ വരിക? നിങ്ങൾ നോക്കി, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ആദ്യത്തേത് നോക്കിക്കേ, കർശനം. നമ്മൾ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കട്ടിയൊന്നും കൂടാതെ കർശനം ഇങ്ങനെ പറയുന്നു. ഈ കർശനമാണോ, ഈ കർശനമാണോ? കർശനം എന്നാണോ, കർശനം എന്നാണോ? ഏതായി ശരിയായ വാക്ക്? നമുക്കിവിടെ ഇരട്ടിപ്പ് ആവശ്യമില്ല. കർശനമായി പലപ്പോഴും പറയുന്നതാണ്. അതായത് നമുക്ക് ആ ഒരു വിഷയത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പറയുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. കർശനമായി അവിടെ എടുത്തു പറയും. അവിടെ എന്ത് വേണം? നമുക്ക് വേണ്ട, കർശനമായി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, അല്ലെ? ഇനി അടുത്ത എന്താണ്? വിമർശനം. നമ്മളിങ്ങനെ ഈ സ്ട്രെസ് ചെയ്ത് പറയും ശ. ഇവിടെ എന്താണ്? വിമർശനം. വേണ്ട, ഇവിടെ എന്താണ്? വിമർശനം. അത് മതി, ഇവിടെ ഇരട്ടിപ്പ് വേണ്ട. അടുത്ത് ഉദ്ദേശം, ഉദ്ദേശം. ഉദ്ദേശം, ഉദ്ദേശം ഏതാ? അവിടെ വരുമ്പോൾ ഉദ്ദേശം എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോവും. അവിടെ എന്ത് വരണം? യെസ്, ഇരട്ടിപ്പ് വരണം. ദ ഇരട്ടിക്കണം. ഉത് പ്ലസ് ദേശം, അല്ലെ? ഉത് പ്ലസ് ദേശം ഉദ്ദേശം എന്നായി മാറും. ഉദ്ദേശം സന്ധി നിയമം അനുസരിച്ച് അവിടെ വരുന്നത്. അപ്പൊ ഉ പ്ലസ് ദേശം അല്ല, ഉത് പ്ലസ് ദേശം ഉദ്ദേശം എന്നായി മാറും. അടുത്ത് നോക്കുക, ഏശുക, ഏശുക. സ്വാഭാവികമായിട്ടും ഇതെല്ലാം മനസ്സിലാവും, ഏശുകയാണ്. കശാപ്പ് ഇതാണ് വരിക, കശാപ്പ് അല്ല. ഇനി കുശാഗ്രബുദ്ധി, കുശാഗ്രബുദ്ധി ഇതെല്ലാം ഇതാണ് വരിക. യെസ്. അടുത്തത് നിശേഷം, നിശേഷം. നിശേഷം, നിശേഷം ഏതാ വരിക? യെസ്, നിശേഷം അല്ല, നിശേഷം. അവിടെ എന്ത് വരണം? ഷ ഇരട്ടിക്കണം, നിശേഷം എന്ന് വരണം. അടുത്ത വിശേഷം, വിശേഷം. നമുക്കറിയാം ഇതല്ല വരുന്നത്, ഇതായിരിക്കും വരിക, വിശേഷമായിരിക്കും വരിക. അപ്പൊ ചില വാക്കുകൾക്ക് ഇരട്ടിപ്പ് വരണം, ചില വാക്കുകൾക്ക് ഇരട്ടിപ്പ് വരണ്ട. അടുത്ത് നോക്കിക്കേ, മനസ്സ്, 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 മനസ്സ്. അപ്പൊ ഇവിടെ ഏതാ വരുന്നത്? യെസ്, ഈ മനസ്സ് തെറ്റാണ്, ഈ മനസ്സാണ്. ഇവിടെ ഇത് വരണം. അപ്പൊ അവിടെ എന്തായി? അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്നില്ലേ, നമ്മുടെ സിനിമയിലെ സ്ഥിരം ഒരു ഫേമസ് ആയ ഒരു ഡയലോഗ് ഉണ്ടോ, മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചോദിക്കും. നമ്മുടെ ഉച്ചാരണത്തിൽ എങ്ങനെയാണ്? മനസ്സിലായോ. ഈ മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സെന്റൻസ് എന്താ? അത് തെറ്റാണ്. അവിടെ എങ്ങനെ വരണം? മനസ്സിലായോ, മനസ്സിലായോ, മനസ്സിലായോ. ഇപ്പൊ രജനീകാന്ത് അതിനകത്ത് ചോദിക്കുമ്പോൾ ആ സ ഇരട്ടിച്ച് വരുന്നുണ്ട്, അല്ലെ? നമ്മുടെ വർമ്മൻ ക്യാരക്ടർ ചെയ്ത അദ്ദേഹം പറയുമ്പോൾ മനസ്സിലായോ, മനസ്സിലായോ, വളരെ സിമ്പിൾ ആയിട്ട് അത് പറയുന്നുണ്ട്, മനസ്സിലായി. നിങ്ങൾ ആ ഡയലോഗ് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി, മനസ്സിലായോ. അപ്പൊ ഇവിടെ പറയുമ്പോൾ മനസ്സിലായി. രജനീകാന്തിന്റെ ക്യാരക്ടർ പറയുമ്പോൾ അവിടെ അത് എടുത്ത് പറയുന്നുണ്ട്, അല്ലെ? ആ ഇരട്ടിപ്പ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കും. അപ്പൊ ഇവിടെ നോക്കുക, മനസ്സ് ഇവിടെ സ ഇരട്ടിക്കണം, മനസ്സ് ഇവിടെ ഇരട്ടിക്കാതെ തെറ്റാണ്. അടുത്ത് നോക്കി, വയസ്സ്. അവിടെ എന്ത് വേണ്ട? വേണ്ട. അടുത്ത് ആയുസ്, ആയുസ്സിലും എന്ത് വേണ്ട? ഇരട്ടിക്കേണ്ട. അടുത്ത് നോക്കി, ഗ്ലാസ്, ഗ്ലാസ്, ഗ്ലാസ്. അപ്പൊ ചില ആൾക്കാര് ഇങ്ങനെ എഴുതാറുണ്ട്, അല്ലെ? ഗ്ലാസ്, ഗ്ലാസ്, ക്ലാസ്, ക്ലാസ്, പോലീസ്, പോലീസ്, ആപ്പീസ്, ആപ്പീസ്, ഇങ്ങനെ എഴുതാറുണ്ട്. അപ്പൊ ഇവിടെ എത്രയേ ഉള്ളൂ, നമ്മൾ മലയാളത്തിൽ ഞാൻ പറഞ്ഞില്ലേ വ്യത്യസ്ത ഭാഷകളിൽ നിന്ന് നമ്മൾ പദങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഗ്ലാസ് എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള പദങ്ങൾ അതേപടിയാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആ വാക്കുകളുടെ ഒന്നും അവസാനം ഇരട്ടിപ്പ് ആവശ്യമില്ല. അതായത് സകാരത്തിൽ സകാരമാണ് വരുന്നതെങ്കിൽ അവിടെ ഒന്നും എന്താവശ്യമില്ല? ഇരട്ടിപ്പ് ആവശ്യമില്ല. നമുക്ക് അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. അതായത് ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ മതി, അവിടെ ഇരട്ടിപ്പ് ആവശ്യമില്ല. ക്ലാസ് എന്ന് എഴുതുമ്പോഴും ഇങ്ങനെ എഴുതിയാൽ മതി, 2 സ ചേർക്കേണ്ട കാര്യമില്ല. പോലീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മതി, ഈ പോലീസ് എന്ന രീതിയിൽ
വേണ്ട. ആപ്പീസ് എന്ന് പറയുമ്പോഴും ഇത് സിംഗുലർ സാ മതി. ഇവിടെയും എന്ത് വേണ്ട? മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞതിൽ മനസ്സിലായോ? സ ഇരട്ടിപ്പിച്ചല്ല ഉച്ചാരണം കാരണം നമ്മുടെ ഉച്ചാരണം അങ്ങനെയാണ്. മനസ്സിലായോ അങ്ങനെ ചോദിക്കാറില്ല. അത് നമ്മുടെ സംഭാഷണ രീതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് അങ്ങനെയേ വരുള്ളൂ. പക്ഷേ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ഓർക്കണം. ചിലപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ എവിടെ ചോദിക്കാം? നമ്മുടെ അടുത്തൊരു പാറ്റേൺ ഒരു ടോപ്പിക് വരുന്നുണ്ട്, വാക്യശുദ്ധി എന്ന് പറയുന്നത്. വാക്യശുദ്ധിയിൽ വരുന്നത് ഒരു 99% നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും വരിക. അപ്പൊ ആ വാക്കുകളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പിന്നീടേ വരുന്നുള്ളൂ. പിന്നീട് വരുന്നതായിരിക്കും ചിലപ്പോൾ ഈ പറയുന്നതിന്റെ ഘടന മാറി വരുന്നതോ അല്ലെങ്കിൽ സ്ട്രക്ചർ മാറി വരുന്നതോ ഒക്കെ. അപ്പൊ എന്തായാലും അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഇരട്ടിപ്പ് ആവശ്യമുള്ള ചില വാക്കുകൾ, ഷാ ഇരട്ടിക്കാം, സാ ഇരട്ടിക്കാം, പിന്നെ പല വാക്കുകൾ ഇരട്ടിച്ച് വരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പൊ വേറൊരു വാക്ക്, ഇപ്പം കല്യാണം ഇരട്ടിച്ച് വരുന്ന ഒരു വാക്കാണ്. പല ആൾക്കാരും എഴുതുന്നതാണ് കല്യാണം. ഈ കല്യാണം എന്ന് പറയുന്ന വാക്ക് നമുക്ക് വേണോ? യെസ്, ഈ കല്യാണം എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ അത് തെറ്റാണ്. അവിടെ എന്ത് വേണ്ട? നമുക്ക് ഇങ്ങനെ മതി, കല്യാണം. ഇതാണ് അവിടെ ലാ ഇരട്ടിക്കേണ്ട കാര്യമില്ല. ഇരട്ടിക്കാതെ നമുക്ക് ഇവിടെ എഴുതാം. മനസ്സിലായോ? കല്യാണം ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോകുന്നു. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. തന്നിരിക്കുന്നതിൽ ശരിയായ പദജോഡികളിൽ ശരിയായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പദജോഡികളിൽ രണ്ടും ശരിയായ തിരഞ്ഞെടുക്കുക. ഇപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസിലും 2 ചോദ്യങ്ങൾ വീതമുണ്ട്, 2 വാക്കുകൾ വീതമുണ്ട്. അപ്പൊ രണ്ടും ശരിയായത് ഏതെന്നാണ്? സ്വപരിശ്രമം, സ്വയം പരിശ്രമം, സ്വപരിശ്രമം, സ്വയപരിശ്രമം, സ്വയം പരിശ്രമം, സ്വയപരിശ്രമം, സ്വയപരിശ്രമം, സ്വന്തം പരിശ്രമം. ഇതിലേതായിരിക്കും ശരിയായ വാക്കായിട്ട് വരിക? അപ്പൊ ഈ അടുത്തൊരു കാറ്റഗറിയാണ് ഇത്. ഇതിന്ന് ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇവിടെ 2 രീതിയിൽ നമുക്ക് ഈ വാക്കുകളെ എഴുതാം. 2 രീതിയായിട്ട് നമുക്ക് ഈ വാക്കുകളെ എഴുതാം. അതായത് ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഈ സ്വയം എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, സ്വയം. ഈ സ്വയം എന്ന് പറയുന്ന വാക്ക് ഈ ഇങ്ങനെ എഴുതുമ്പോൾ, സ്വയം എന്ന് നമ്മൾ എഴുതി തനിയെ എഴുതുമ്പോൾ ഇങ്ങനെ. ഇനി ഇതിന്റെ കൂടെ ഇപ്പൊ നമ്മൾക്ക് ഇവിടെ പരിശ്രമം എന്നാണ് വരുന്നതെന്ന് വിചാരിക്കാം. പരിശ്രമം. ഇപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സ്വയം പരിശ്രമം എന്ന് നമ്മൾ എഴുതുന്നത് വിചാരിക്കാം. സ്വയം പരിശ്രമം എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം എന്ന വാക്കിന് സ്വന്തം എന്നൊരർത്ഥം നമുക്ക് ഇവിടെ ഉണ്ട്. സ്വന്തം അല്ലെ? ആ സ്വന്തത്തിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ ഇവിടെ ചേർക്കുന്ന സോ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഈ സോയുടെ കൂടെ സോ പരിശ്രമം എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ശരിയായി. ഇനി അതല്ല, അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെങ്കിൽ എങ്ങനെ തന്നെ എഴുതണം? സ്പേസ് ഒന്നും പാടില്ലാതെ സ്വയം പരിശ്രമം. അതായത് സ്വയം കഴിഞ്ഞിട്ട്, അനുസ്വാരം കഴിഞ്ഞിട്ട് ഒരിക്കലും സ്പേസ് വരാൻ പാടില്ല. സ്വയം പരിശ്രമം എന്നേ വരാവുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും? സോ പരിശ്രമം വരാം. പിന്നെന്താണ്? സ്വയം പരിശ്രമം വരാം. ഇവിടെ സ്വപരിശ്രമം ശരിയാണ്, എന്നാൽ സ്വയപരിശ്രമം എന്നൊരു വാക്കില്ല. സോ നമ്മൾ ഇവിടെ ഓർക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഈ അനുസ്വാരം ഒഴിവാക്കി നമുക്ക് ആ വാക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഗ്രാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കടുവയെ വെടിവെച്ചു അല്ലെ? അപ്പൊ ആ കടുവയെ വെടിവെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തെ DFO പറഞ്ഞൊരു വാക്കുണ്ട്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അല്ലെങ്കിൽ പോലീസുകാർ വെടിവെച്ചതെന്ന് പറഞ്ഞു. സ്വയരക്ഷ. നോക്കിക്കേ, സ്വയരക്ഷ. ഈ വാക്ക് ശരിയാണോ? സ്വയരക്ഷ. ഈ സ്വയരക്ഷ എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ വാക്കിനെ ശരിയാക്കാം. എങ്ങനെ എഴുതാക്കാം? ഒന്നെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയത് അതെന്താണ്? സ്വരക്ഷ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ വാക്ക് ശരിയാണ്. മനസ്സിലായോ? ഇനി അതല്ല എങ്കിൽ നമുക്കിതിൽ എങ്ങനെ എഴുതണം? സ്വയം രക്ഷ എന്ന് തന്നെ എഴുതണം. സ്വയം രക്ഷ എന്ന് തന്നെ എഴുതണം, എങ്കിലേ ശരിയാവുള്ളൂ. ഇനി അതിൻ്റെ അകത്ത് സ്പേസ് ഇടാൻ പറ്റുമോ? സ്പേസും പറ്റില്ല. സ്വയം കഴിഞ്ഞിട്ട് രക്ഷ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. അത് ഒറ്റ വാക്കാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? വിഘടിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഒന്നെങ്കിൽ സ്വരക്ഷ എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്വയം രക്ഷ എന്ന് ചേർത്ത് എഴുതാം. ഒരിക്കലും സ്വയരക്ഷ തെറ്റാണ്. ഓക്കെ. അപ്പൊ നോക്കുക, ഇവിടെ സ്വപരിശ്രമം ശരിയാണ്, സ്വയം പരിശ്രമം ശരിയാണ്. ഇവിടെ ബിയിൽ സ്വപരിശ്രമം ശരിയാണ്, എന്നാൽ സ്വയപരിശ്രമം തെറ്റാണ്. അടുത്ത നോക്കിയേ,
സ്വയം പരിശ്രമം ശരിയാണ്, സ്വയപരിശ്രമം തെറ്റിപ്പോയി. ഇവിടെ സ്വയപരിശ്രമം തെറ്റാണ്, സ്വന്തം പരിശ്രമം ശരിയാണ്. ഇവിടെ രണ്ട് വാക്കുകൾ വന്നിട്ടുണ്ട് അല്ലെ, സെപ്പറേറ്റഡ് ആയിട്ടുള്ള രണ്ട് വാക്കുകൾ, സ്വന്തം എന്ന് പറയുന്ന ഒരു വാക്കും പരിശ്രമം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് ചേർക്കേണ്ട കാര്യമില്ല? യെസ്, ആ വാക്ക് അവിടെ പൂർണ്ണമായിട്ട് കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യമില്ല. ചെയ്യിച്ചാലും കുഴപ്പമില്ല. പക്ഷെ സ്വന്തം പരിശ്രമം എന്ന് എഴുതി കഴിഞ്ഞാലും ഇവിടെ ഈ വാക്ക് ശരിയാണ്. അപ്പൊ രണ്ടും ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദ്യം. സ്വപരിശ്രമം, സ്വയം പരിശ്രമം. അപ്പൊ ഇങ്ങനെയും ചിലപ്പോൾ ചോദ്യം വരാം. അപ്പൊ അതിന്റെ നിയമം മനസ്സിലായോ? ഓർക്കുക. ഇനി കൂടുതൽ എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ, സ്വയം രക്ഷ. ഈ സ്വയം രക്ഷ എന്ന് എഴുതിയിരിക്കുന്ന വാക്ക് ഇത് ശരിയാണ്, ഈ സ്വരക്ഷ എന്ന വാക്കും ശരിയാണ്. എന്നാൽ സ്വയരക്ഷ തെറ്റാണ്. സ്വയം പരിശ്രമം, സ്വയം പരിശ്രമം എന്ന് പറയുന്ന വാക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ എഴുതാറില്ല. അതെന്താണ്? രണ്ടും രണ്ട് സെപ്പറേറ്റഡ് വാക്കുകളാണ് അല്ലെ. സ്വയം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അർത്ഥം പൂർണ്ണമായിട്ട് കിട്ടും. സ്വയം രക്ഷ എന്ന് പറയുമ്പോൾ അർത്ഥം കിട്ടുന്നില്ല. സ്വയം രക്ഷ കേട്ടോ. ഇവിടെ സ്വയം പരിശ്രമം, ഇത് രണ്ട് സെപ്പറേറ്റഡ് വാക്കായത് വരുന്നത് കൊണ്ട് ഒരു പക്ഷേ എന്താണ് ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്വപരിശ്രമം ശരിയായ വാക്കാണ്, സ്വപരിശ്രമം ശരിയായ വാക്കാണ്. സ്വയം പരിശ്രമവും വേണമെങ്കിൽ ശരിയായ വാക്കായിട്ട് വരാം. സ്വഭരണം, സ്വഭരണം ശരിയായ വാക്കാണ്. സ്വയംഭരണം ശരിയായ വാക്കാണ്. സ്വയംഭരണം തെറ്റാണ്, സ്വയഭരണം തെറ്റാണ്. സ്വയംദാനം ശരിയായ വാക്കാണ്. സ്വയംവരം ശരിയായ വാക്കാണ്. സ്വയം ദൂതി ശരിയായ വാക്കാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഒന്നും ഇതിന്റെ തെറ്റായ വാക്ക് എന്താണ്? സ്വയംദാനം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് തെറ്റായിട്ട്, ഇത് ചേർത്ത് എഴുതേണ്ട വാക്കാണ്, ഇവിടെ ചേർത്ത് എഴുതണം. പിന്നെ എന്താണ്? സ്വയദാനം എന്ന് പറയാറില്ല, സ്വയവരം എന്നും പറയാറില്ല. ഇവിടെ തെറ്റിപ്പോകുന്ന രണ്ട് വാക്കുകൾ, ഒന്ന് സ്വയരക്ഷ, നമ്മുടെ ഭാഷയിൽ നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് പോയി, ശീലമായി പോയതാണ്. അപ്പൊ സ്വയരക്ഷ എന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, സ്വയരക്ഷ തെറ്റാണ് എന്ന കാര്യം ഓർക്കണം. ക്ലിയർ ആയോ? സ്വയംഭരണം, സ്വയംഭരണം ഇവിടെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. ഒന്നെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതണം, സ്വയംഭരണം, അല്ലെങ്കിൽ സ്വഭരണം എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ സ്വയം പരിശ്രമം എന്ന് പറയുന്ന വാക്കിനെ വേണമെങ്കിൽ ശരി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി, സ്വയം പരിശ്രമം ഇങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതിന് അംഗീകരിച്ചിട്ടുള്ളതും ഇത് തന്നെയാണ്, രണ്ടും രണ്ട് വാക്കുകളായതുകൊണ്ടും പിന്നെ അതുപോലെ ക്രിയയുമായി ബന്ധപ്പെട്ട് വരുന്നതായതുകൊണ്ടും ഒക്കെ ആ ഒരു രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഓർക്കുക. അപ്പൊ ഇവിടെ രണ്ട് രീതിയിൽ ഇതിങ്ങനെ എഴുതിയാലും ശരിയായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ കൺസിഡർ ചെയ്യില്ല. ഈ സ്വയം ഭരണം ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അർത്ഥം മാറും. ഇവിടെ ചേർത്ത് തന്നെ എഴുതണം. മനസ്സിലായോ? പക്ഷെ ഇവിടെ ചേർക്കേണ്ട കാര്യമില്ല. ചേർത്ത് എഴുതാം, ചേർക്കാതെയും എഴുതാം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ദ്രൗപദി, തിമിംഗിലം, അങ്കനവാടി, അസ്തമനം. സെപ്പറേറ്റഡ് വാക്കുകളാണ്, 4 സെപ്പറേറ്റഡ് വാക്കുകളാണ്. KS-ന് ഇങ്ങനെ സെപ്പറേറ്റഡ് വാക്കുകൾ ചോദിക്കാൻ ഒരു 50 ചാൻസേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരേ വാക്കിന് തന്നെ വ്യത്യസ്ത രൂപങ്ങൾ തന്നിട്ട് ശരിയാകുന്നതായിരിക്കും ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഒരു 50 ചാൻസ് ഞാൻ ഇതിന് കാണുന്നുള്ളൂ. എങ്കിലും നമ്മളിങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യണമല്ലോ. തന്നിരിക്കുന്നത് ശരിയായ പദം ഏതാണ്? ദ്രൗപദി. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ദ്രൗപദി ശരിയല്ലേ? തിമിംഗിലം, തിമിംഗിലം ശരിയാണോ? തിമിംഗിലം. അപ്പൊ ഞാനിവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ എഴുതാം. അപ്പൊ ഇവിടെ തിമിംഗിലം, തിമിംഗിലം എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല, അവിടെ തിമിംഗലമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, തിമിംഗലം. അങ്കനവാടി, അങ്കനവാടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അസ്തമനം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. എന്താ ഇവിടെ തെറ്റ്? അപ്പോൾ ഓർക്കുക, ഇവിടെ ശരിയായ വാക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, തിമിംഗിലം എന്ന വാക്കാണ്. തിമിംഗിലം. ദ്രൗപദി എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. ദ്രൗപദി തെറ്റാണ്. ദ്രുപദന്റെ പുത്രി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് ദ്രൗപദി. അപ്പോൾ ദ്രുപദൻ എന്ന് എഴുതുമ്പോൾ എന്താണ്? ദ്രുപദൻ ഇങ്ങനെയാണ് വരിക, ദ്രുപദൻ, ദ്രുപദനാണ് അല്ലെ, ദയുടെ ദായാണ് വരേണ്ടത്. അപ്പൊ ദ്രൗപദി എങ്ങനെ വരണം? ദ്രുപദന്റെ പുത്രി ദ്രൗപദിയാണ് വരിക. അപ്പോ ദ്രൗപദിക്ക് എന്ത് വരണം? യെസ്, ഇതാണ് ദ്രൗപദി ശരിയായ വാക്ക്. ഈ ദ്രൗപദി തെറ്റും, ദ്രൗപദി ശരിയുമാണ്. ഇനി അങ്കനവാടി, അങ്കനവാടി എന്ന് ഉപയോഗിക്കുന്ന വാക്ക് നമ്മൾ സംസ്കൃത ഭാഷയിൽ നിന്നും ഉപയോഗിക്കുന്ന ഒരു വന്നിരിക്കുന്ന ഒരു വാക്കാണ് അങ്കനവാടി. ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തിനടുത്തുള്ള പാഠശാല എന്ന അർത്ഥത്തിലാണ് നമുക്ക്
ഈ അങ്കനവാടി എന്ന വാക്കിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് അങ്കന എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ നോക്കാം. അങ്കന എന്ന വാക്കിന്റെ അർത്ഥം സുന്ദരമായ അംഗങ്ങളുള്ളവൾ. മണ്ണിൽ അങ്കന എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ സുന്ദരമായ അംഗങ്ങളുള്ളവൾ എന്നാണ് അർത്ഥം നമുക്ക് കിട്ടുക. അങ്കന. വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്തോട്ടമാണ്. വാടി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. അപ്പോൾ സുന്ദരമായ അംഗങ്ങളുള്ള പൂന്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താണ്? ഇവിടെ അങ്കന എന്ന വാക്കിന് സുന്ദരമായ അംഗങ്ങളുള്ള എന്നാണ്. അതിനെ നമ്മൾ എന്താണ് വിഗ്രഹിച്ചു കഴിയുമ്പോൾ അർത്ഥം കിട്ടുക സുന്ദരി എന്നാണ്. സുന്ദരി. അപ്പോൾ സുന്ദരികളുടെ പൂന്തോട്ടം എന്ന അർത്ഥം അങ്കനവാടിക്ക് വന്നു ചേരും. അപ്പോൾ ഈ നമ്മുടെ ഈ 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് സുന്ദരി എന്ന് വിളിക്കാം. സുന്ദരൻ സുന്ദരിയൊക്കെയാണ്. പക്ഷേ ഈ അങ്കന എന്ന അർത്ഥത്തിൽ വരിക സുന്ദരമായ അംഗങ്ങളുള്ളവൾ എന്ന അർത്ഥത്തിലാണ് നമുക്ക് അങ്കന സുന്ദരിയായി മാറുന്നത്. അതായത് ശാരീരിക സൗന്ദര്യമാണ് അവിടെ സൂചിപ്പിക്കുക. അപ്പോൾ ഒരിക്കലും അങ്കനവാടി എന്ന വാക്ക് മേൽ പറഞ്ഞ അർത്ഥത്തിൽ വരില്ല. അപ്പൊ ഇത് അർത്ഥം വേറെയാണ്. അപ്പോൾ നമുക്ക് വീടിന്റെ മുറ്റത്ത് അടുത്തുള്ള വാക്കെന്ന് പറഞ്ഞെങ്കിൽ അങ്കണം വരണം. അങ്കണം. അങ്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേ എന്ത് ചെയ്യുന്നുള്ളൂ? വീടിനടുത്തുള്ള അല്ലെങ്കിൽ മുറ്റം എന്ന വാക്ക് വരുള്ളൂ. അങ്കണം. അങ്കണം എന്ന് പറഞ്ഞാൽ മുറ്റം എന്ന അർത്ഥമായി. വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂന്തോട്ടമായി. അപ്പൊ വീട്ടുമുറ്റത്തിനടുത്തുള്ള പൂന്തോട്ടം, പാഠശാല എന്നാണ്. അപ്പൊ അങ്കണവാടിയാണ് ശരിയായ വാക്ക്. അങ്കനവാടി അല്ല. അപ്പൊ ഇവിടെ ശരിയായ വാക്ക് ഏതാണ്? അപ്പൊ ഇനിയാണെങ്കിൽ ഓർക്കുക, പലപ്പോഴും നമ്മുടെ പല CDSന്റെയും അല്ലെങ്കിൽ ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണാം ചിലയിടങ്ങളിൽ. ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഞാനിതൊരു 5 കൊല്ലം മുമ്പ് ഇങ്ങനെ യൂട്യൂബ് ക്ലാസ്സിൽ ഈ പറയുന്ന ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അന്ന് ഈ പറയുന്ന കുറെ ആൾക്കാരൊക്കെ ഇത് കണ്ടു, ചർച്ചയൊക്കെ ആയി. അപ്പൊ ചർച്ചയായി കഴിയുമ്പോഴത്തേക്കും 1-2 പേരൊക്കെ ഇങ്ങനെ ഈ പറയുന്ന പഞ്ചായത്തിൽ നിന്നും അല്ലെ അങ്ങനെയുള്ള ഇതൊക്കെ വിളിച്ചിട്ട് സാർ ഇത് ശരിയായ വാക്ക് ഇങ്ങനെയാണോ, ഇങ്ങനെയല്ലേ വരേണ്ടത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ കുറെ ഇടങ്ങളിലൊക്കെ ഞാൻ ആ കാലഘട്ടങ്ങളിൽ കണ്ടിരുന്ന സ്ഥിരമായ വാക്കായിരുന്നു ഈ അങ്കനവാടി എന്ന് പറയുന്ന വാക്ക്. അങ്കനവാടി എന്ന് പറയുന്ന വാക്ക്. പിന്നെ നമ്മൾ ഈ എഴുതുന്ന ആൾക്കാരുടെ മനോഗതി അനുസരിച്ചിരിക്കുവേ ഇത്. ഈ എന്താ എഴുതി പിടിപ്പിക്കുന്ന ആൾക്കാർ. ചില ആൾക്കാർ ഈ അംഗൻവാടി എന്ന് എഴുതുന്നതിനെ ഇങ്ങനെ എഴുതുന്നുണ്ട്. അംഗൻവാടി എന്ന് ഇങ്ങനെ എഴുതുന്നുണ്ട്. അംഗൻവാടി ഇങ്ങനെയും എഴുതി വെക്കാറുണ്ട്. ഈ അംഗൻവാടിയും തെറ്റാണ്. ഈ അങ്കണവാടി മുറ്റം എന്നാണ് വരേണ്ടത്. ഇനി അതല്ലെങ്കിൽ സംസ്കൃതത്തിൽ ഈ സാധനം എഴുതുന്നത് ആംഗൻവാടി എന്നാണ്. ആംഗൻവാടി. സംസ്കൃതത്തിൽ ആംഗൻ എന്ന വാക്കിന്റെ അർത്ഥം മുറ്റം എന്ന അർത്ഥം വരുന്നുണ്ട്. ആംഗൻവാടി. മനസ്സിലായോ? അപ്പോൾ ആ രീതി വെച്ചിട്ടൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കും. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് സാധനം തെറ്റിപ്പോവും എന്ന കാര്യം ഓർത്തിരിക്കുക. മലയാളത്തിൽ ആ വാക്ക് വരേണ്ടത് അങ്കണവാടി ഇങ്ങനെയാണ്. ഇനി അസ്തമനം. അസ്തമനം എന്ന് പറയുന്ന വാക്കും ഇത് നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. നമ്മൾ സൗകര്യം ഈ വാക്കിന്റെ ശരിയായ വാക്ക് ഏതാണ്? അസ്തമയമാണ്. അസ്തമയം. അസ്തമയം എന്നാണ്. വാക്യശുദ്ധിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ്. അപ്പൊ അസ്തമനം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, അസ്തമയം ആണ് ശരിയായ വാക്ക്, അസ്തമനമല്ല. അപ്പൊ ആ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളാണ് സൂര്യാസ്തമയം. അതിൽ നമ്മൾ പലപ്പോഴും സൂര്യാസ്തമനം സൂര്യാസ്തമനം എന്ന് കാണാറുണ്ട്. സൂര്യാസ്തമനം തെറ്റാണ്. അവിടെ അസ്തമയം എന്നാലേ ശരിയാവുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളിൽ ശരിയായിട്ടുള്ള വാക്ക് തിമിംഗിലം എന്നുള്ളതാണ്. ഇനി അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. എങ്ങനെയാണ് തിമിംഗിലം ശരിയാവുന്നത്? തിമിംഗലം എന്നല്ലേ പറയുന്നത്? അല്ല, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ആ ജീവിക്ക്, തിമിംഗിലം എന്ന് പറയുന്ന ജീവിക്ക് ആ പേര് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? തിമീം എന്ന് പറയുന്ന ഒരു മത്സ്യത്തെ, തിമീം എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. ആ മത്സ്യത്തെ വിഴുങ്ങുന്ന ജീവി. ഗിലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഴുങ്ങുക, ഗിലം. അപ്പൊ തിമിങ് എന്ന് പറയുന്ന മത്സ്യത്തെ വിഴുങ്ങുന്നത് എന്ന അർത്ഥത്തിലാണ് ആ ജീവിക്ക് തിമിംഗലം എന്ന് മലയാളത്തിൽ പേര് വന്നിരിക്കുന്നത്. അപ്പൊ വിഴുങ്ങുക എന്ന് പറയുന്ന വാക്കിന് ഗിലം എന്നാണെങ്കിൽ ഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോവില്ലേ? സോ ആ തിമിം എന്ന മത്സ്യത്തെ വിഴുങ്ങുന്ന ജീവി തിമിംഗിലമേ ആവുകയുള്ളൂ. സോ ഇവിടെ ഉത്തരം തിമിംഗിലം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അറിയുന്ന കാര്യങ്ങൾ വിട്ടേക്കും. ഓക്കെ, അപ്പോ ഈ ഒരു ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് വാക്കുകളുണ്ട്. ഒരു ക്ലാസ് കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ ഒന്നും തീരുന്നതുമല്ല. അപ്പോൾ പക്ഷേ നമുക്ക് ഇതിന്റെ കുറച്ച് നിയമങ്ങളും കുറെ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഒരു വാക്ക് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ളൊരു ഇതുണ്ടാവും.
അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല കാര്യം എക്സ്പീരിയൻസ്ഡ് ആവുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ്ഡ് ആവണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പത്രങ്ങളും മാസികകളും പുസ്തകങ്ങളും ഒക്കെ വായിക്കുക, അക്ഷരങ്ങൾ വായിക്കുക, അതിന്റെ ഉപയോഗങ്ങൾ നോക്കുക. അപ്പൊ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു കുറേ ഭാഗങ്ങളാണ്. ശരിയും തെറ്റും ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൃഷ്ടാവ്, ഇതിലേത് വാക്കാണ് സൃഷ്ടാവിന്റെ ശരി? സൃഷ്ടി എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് അല്ലെ? സൃഷ്ടി എഴുതുന്നത് ഇങ്ങനെയാണ്. എന്നാൽ സൃഷ്ടി കർമ്മം നടത്തുന്ന ആള് ചെയ്യുന്ന പ്രവൃത്തി സൃഷ്ടിക്കുകയാണ്. സൃഷ്ടിക്കുന്ന ഇങ്ങനെയാണ്. അപ്പോ സൃഷ്ടി കർമ്മം നടത്തിയ ആള് സൃഷ്ടാവാണ്. ഈ സൃഷ്ടാവ് ഏതാണ്? ഇതാണ് സൃഷ്ടാവ് ശരി. സൃഷ്ടി എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഈ സൃഷ്ടാവ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോവും. സ്രഷ്ടാവാണ് ശരിയായ വാക്ക്. സ്രഷ്ടാവ് എന്നാണ് പറയുക. ഓക്കെ. ഇനി അടുത്തത് യൗവനം. യൗവനം അല്ലെ? യൗവനം. ഇവിടെ നമുക്ക് വായിക്ക് ഇരട്ടിപ്പ വേണ്ട കേട്ടോ. ഈ യൗവനം വേണ്ട, യൗവനം മതി. ഇനി ഐക്യമത്യം മഹാബലം നമ്മൾ ചൊല്ലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഐക്യമത്യം, അവിടെ ഈ ക കഴിഞ്ഞിട്ട് യകാരം ചേർക്കേണ്ട കാര്യമില്ല. ഐകമത്യം എന്ന വാക്കാണ് ശരിയായ വാക്ക്, ഐക്യമത്യമല്ല. ഇനി അടുത്ത കൈയക്ഷരം. കൈ എന്ന് എഴുതുന്നത് നമ്മൾ ഒരിക്കലും കൈ എന്നുള്ളത് ഇങ്ങനെ നമ്മൾ എഴുതാറില്ല. ഇത് ലിപി പരിഷ്കരണത്തിന് മുമ്പുള്ള, അതായത് നമ്മൾ അന്നത്തെ ലിപിയൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ ഉപയോഗിക്കാറ്. പക്ഷെ ഇന്ന് നമുക്ക് വേണ്ട, അതിന് പതിനായിട്ട് ഉപയോഗിക്കുന്ന ഐയുടെ ചിഹ്നമുണ്ട്. സോ നമുക്ക് ഇങ്ങനെയാണ് കൈ അല്ലെ? കൈ അക്ഷരം. സോ ഇവിടെ ആൻസർ ഇതാണ് വരിക, ഇതല്ല. കല്യാണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇരട്ടിപ്പ് വേണ്ട, ഇത് തെറ്റാണ്. ഇനി പാദത്തെ സരിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിൽ, പാദത്തെ സ്വരിപ്പിക്കുന്നതല്ല, പാദത്തെ സരിപ്പിക്കുന്നത്, അതായത് പാദത്തിൽ കിലുങ്ങുന്നത് എന്ന അർത്ഥത്തിൽ സ്വരം വരില്ല ഒരിക്കലും, സരമാണ് വരിക. പാദ സരം ആണ്. അടുത്തത് തയ്യാർ. അപ്പൊ തയ്യാറെടുക്കുക. ഇപ്പൊ നിങ്ങൾ KS പ്രിലിംസ് എക്സാമിന് തയ്യാറെടുക്കുകയാണോ? യെസ്, ആൻസർ ഇസ് തയ്യാർ. തയ്യാറല്ല, തയ്യാർ. അടുത്ത് നോക്കുക, സന്യാസി. ഇതിലെന്തായാലും നിങ്ങൾക്ക് ആൻസർ അറിയാം. സന്യാസി ഏതാണ്? യെസ്, കണ്ണും പൂട്ടി നിങ്ങൾ കർപ്പിക്കും സന്യാസി. ഉത്തരം തെറ്റിപ്പോവും. സന്യാസിക്ക് എന്ത് വേണം? ഇരട്ടിപ്പ് വരണം. സന്യാസിക്ക് ഇരട്ടിപ്പ് വരണം. അതായത് സം പ്ലസ് ന്യാസി എന്നാണ് അതിനെ പിരിക്കുക. സന്യാസി എങ്ങനെ നമുക്ക് പിരിക്കാം? സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സം പ്ലസ് ന്യാസി. സന്യാസി എന്നായി മാറും. സന്യാസി. അപ്പൊ സന്യാസം, സം പ്ലസ് ന്യാസം, സന്യാസം. മനസ്സിലായോ? അപ്പോ ഇരട്ടിപ്പ് വേണ്ട വാക്കുകളാണ്. വേറൊരു വാക്ക്, ഇപ്പൊ തിരുനാൾ. ഇപ്പൊ സ്വാതി തിരുനാൾ ഇങ്ങനെ എഴുതിയാലോ? ഇത് ഏത് വാക്ക് ശരി? യെസ്, ഇതാണ്. തിരുനാളാണ് ശരി. എന്നാൽ ഈ തെറ്റാണ്. അടുത്ത പെരുന്നാൾ. ഇപ്പൊ പെരുന്നാൾ വരാൻ പോവുകയാണ് അല്ലെ? വലിയ പെരുന്നാൾ വരാൻ പോവാണ്. അപ്പൊ പെരുന്നാൾ ഓർ പെരുന്നാൾ ഏതാ? പെരുന്നാൾ. ഇവിടെ പെരുന്നാൾ എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. അവിടെ പെരുന്നാൾ എന്ന് തന്നെ എഴുതണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇരട്ടിപ്പ് വരണം. വേറൊരു വാക്ക് 14. ഏത് വാക്കാണ്? 14 നമ്മൾ പറയുന്നതല്ല. 14, 13, 14, 15 നമ്മൾ എണ്ണി പോകുന്നതാണ്. 14 അല്ല മക്കളെ, 14 എന്നാണ് എഴുതേണ്ടത്. വേറൊരു വാക്ക് ഇളനീർ എന്ന് പറയുന്ന വാക്കും ഇളനീർ എന്ന് പറയുന്ന വാക്കും ഏത് വാക്കാണ് ശരി? ഇളനീർ ഓർ ഇളനീർ. ഇളനീർ കുഴമ്പ്. വഴിയോരങ്ങളിൽ വെട്ടി വെക്കാൻ അല്ലെങ്കിൽ വെട്ടി കുടിക്കാൻ വെച്ചിരിക്കുന്ന ഇളനീർ ഓർ ഇളനീർ ഏതാണ്? ഇളനീറാണ് അവിടെ ഉപയോഗിക്കുന്ന വാക്ക്. ഇളനീർ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഇരട്ടിപ്പ് വേണ്ടത്, ഇരട്ടിപ്പ് വേണ്ടാത്തത്, അങ്ങനെ കുറേ ഉണ്ട്. തത്വം, മഹത്വം, ഈ പറയുന്ന വാക്കുകളൊക്കെ ഓർത്തിരുന്നതാണ്. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നവയാണ്. ഇനി അടുത്തത് പക്ഷേ അല്ലെ? പക്ഷേ. അപ്പൊ ഇവിടെ പക്ഷേ എന്നുള്ളതാണ് കേട്ടോ വാക്ക്. പക്ഷേ അല്ല, പക്ഷേ എന്നുള്ളതാണ്. ദീർഘം വരണം. പക്ഷേ. ഇപ്പൊ നമ്മളൊരു ചോദ്യം ഒരാളോട് ചോദിക്കുകയാണ്. അപ്പോ
നമ്മളോട് ചോദ്യം ചോദിക്കുന്നത് താങ്കൾ KS എക്സാമിന് പഠിക്കുകയാണോ? അപ്പൊ നമ്മൾ യെസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഇനി അതല്ല മലയാളത്തിൽ അല്ലെങ്കിൽ എന്തെന്ന് പറയും? ഉറപ്പിച്ച് പറയുന്ന വാക്കാണ്. പഠിക്കുകയാണോ? അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ ഏത് അതെയാണ്? ഉറപ്പിച്ചാണോ നമ്മൾ ഒരു കാര്യം പറയുന്നതെങ്കിൽ അതെന്തായിരിക്കണം? യെസ് അതേ ദീർഘത്തിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതേ ഇതല്ല. അതേപോലെ പക്ഷേ ദീർഘത്തിലാണ് അവിടെ വരേണ്ടത്, ഹ്രസ്വത്തിലല്ല. ഓക്കെ. അപ്പൊ ഈ വാക്കുകളെയും ഇങ്ങനെയുള്ള സംഭവത്തെയും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഡിസ്കസ് ചെയ്തത്. അപ്പൊ കുറെ ഒരു 4-5 സെഗ്മെന്റ് ഇതിന്റെ അകത്ത് കണ്ടു. പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങൾ ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോകളിലായിട്ട് 2 ക്ലാസ്സുകളിലായിട്ട് കുറെ അധികം ഭാഗങ്ങൾ കണ്ടു. ഏകദേശം ഒരു 100-ലധികം ക്വസ്റ്റ്യൻസും നമ്മൾ ഈ 2 വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി വരുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാക്സിമം ഒരു ഇതേപോലെ തന്നെ ഒരു 100 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ആ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 100 ഏകദേശം ഒരു 50-ന് മുകളിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്യുമ്പോൾ ഈ 2 ക്ലാസ്സുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവും അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി. അപ്പോൾ ഇതെല്ലാം PYQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. PYQ മീൻസ് PSC എക്സാംസിന്, അതായത് പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇതിൽ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഈ 2 ക്ലാസ്സുകളിലായിട്ട് കണ്ടിട്ടുള്ള പല ടൈപ്പിൽ വരുന്ന പദദോഷങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. സോ പെട്ടെന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയതിന് ശേഷം ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കുക. ഈ ഒരു ക്ലാസ്സും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തതിന് ശേഷം, പ്രീവിയസ് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ LD ലെവൽ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ. 10th ലെവൽ ഇല്ലല്ലോ, ഇപ്പം മലയാളം വരുന്നില്ലല്ലോ. അപ്പം മലയാളം വരുന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. എക്സാം എടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ പദശുദ്ധി മസ്റ്റ് ആയിട്ടും ചെയ്ത് നോക്കുക. പദശുദ്ധി ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 5 ക്വസ്റ്റ്യൻ എടുത്തിട്ട് 5 ക്വസ്റ്റ്യൻ്റെ അകത്തും 5 എണ്ണവും നിങ്ങൾക്ക് എത്ര എണ്ണം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന കാര്യം നോക്കുക. ഒരു 5 ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. ഇപ്പോൾ 5 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം ആൻസർ ചെയ്യാൻ പറ്റി? ഒരു 3 എണ്ണം, 4 എണ്ണം, 5 എണ്ണം. 5 എണ്ണമൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് എന്താണ് അത്യാവശ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ 5ഉം 4ഉം ഒക്കെ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു 3-ൽ താഴെ കിട്ടുന്ന ആൾക്കാരെ വീണ്ടും പരിശ്രമിക്കുക, വീണ്ടും ക്ലാസ് കേൾക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ചെയ്തു നോക്കുക. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.